സ്വാതി മിസ്സിന് കുറെ നേരമായില്ലേ കാണാത്ത, എന്തായിരുന്നു പരിപാടി? ഞാൻ ചെറിയൊരു പണിയിലായിരുന്നു. അതെ, എക്സാമിന്റെ നമ്പേഴ്സ് വരുമ്പോൾ എപ്പോഴും കുട്ടിയെ കൺഫ്യൂഷൻ അല്ലേ, അപ്പൊ അതെങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇതിപ്പോ എന്താ? ഇത് അസ്ഥികളുടെ എണ്ണം നമ്മൾ സ്ഥിരം ചോദിക്കുന്നതല്ലേ, ഇങ്ങനെ തലയോട്ടിൽ അസ്ഥി, വാരിയലിൽ അസ്ഥി. ആ നമ്പർ എങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കാനുള്ള ഒരു കോഡ് സെറ്റ് ആക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അത് പറഞ്ഞപ്പോഴേ ഓർത്തെ, സ്ഥിരമായിട്ട് കോൺസ്റ്റേഷനിൽ കുട്ടികൾ പറയുന്ന പ്രശ്നം ഈ ആർട്ടിക്കിളുകളുടെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നെന്ന്. ഞാനും ഇങ്ങനെ നോക്കാറുണ്ട്, പക്ഷെ കുറച്ചൊരു പണിയാണിത്. ശരി, അതിലും കുറെ നമ്പേഴ്സ് അല്ലേ. എന്നാല് ശരിക്കും നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കിയാലോ? എന്തെങ്കിലും കോഡൊന്ന് ഒന്നിച്ച് സെറ്റ് ആവുമോ നോക്കാം അല്ലേ? നോക്കാലോ. ആ, എന്നാ സ്വാതി മിസ് ഏതെങ്കിലും നമ്പർ പറ നോക്കട്ടെ. ഇതിലിതാ ഫസ്റ്റ് സ്ഥിരം ചോദിക്കുന്നതാ. അസ്ഥിയുടെ എണ്ണത്തിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാരിയെല്ലുകളുടെ എണ്ണം എത്ര? ആൻസർ 12 ജോഡി എന്ന് പറയാം, അല്ലെങ്കിൽ 24 അതിന്റെ എണ്ണം. അപ്പോ ഈ 24 എന്നുള്ള നമ്പറിൽ നിങ്ങളെ ആർട്ടിക്കിളിൽ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? പിന്നെ സ്ഥിരം PSC ചോദിക്കുന്നതാണ്, ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാന്നറിയോ? 24. ഓക്കെ, അപ്പൊ ബാലവേല നിരോധനവും വാരിയെല്ലും എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ബാലവേല എന്നൊക്കെ പറഞ്ഞാൽ അത് ചെയ്യുമല്ലേ, കുട്ടികൾ ചെയ്യുന്നതാണ് നമുക്ക് ഭയങ്കര വിഷമല്ലേ. അപ്പൊ ബാലവേല ചെയ്യുന്ന കുട്ടീനെ കണ്ട് നമുക്ക് വിഷമമായിട്ട് ആ കുട്ടീനെ പോയി വാരി എടുത്താലോ? കുഴപ്പമില്ല അല്ലേ. അപ്പൊ ബാലവേല വാരിയെടുത്തു, കുട്ടീനെ ഇങ്ങനെ വാരി എടുക്കൂലേ, അങ്ങനെ കണക്ട് ചെയ്താൽ. അപ്പൊ ബാലവേല നിരോധനവും വാരിയെല്ലുകളുടെ എണ്ണവും 24 സെറ്റ്. അതുപോലെ എന്നാ നമുക്കൊന്ന് അടുത്ത് നോക്കിയാലോ? അടുത്തത് ഇനി നെക്സ്റ്റ് ആണ്. അടുത്ത ഏതാ വേണ്ടത് ഇനി? മാറല്. മാറലിലെ അസ്ഥികളുടെ എണ്ണം 1. ഒറ്റ അസ്ഥിയുള്ള, നമ്മളിവിടെയുള്ള മാറലില് ഒറ്റ അസ്ഥിയുള്ളത്. അപ്പൊ ചിലപ്പോ ഇങ്ങനെ പറയാറുണ്ട്, ഒന്ന് മാറി നിൽക്കടോ, അങ്ങനെ പറയാറുണ്ട്. അല്ലാണ്ട് ഇനി ആർട്ടിക്കിളിൽ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ? ആർട്ടിക്കിൾ 1 പറയുന്നത് ഭാരതം, ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്നത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണെന്നാണ് പറയുന്നത്. അതായത് സംസ്ഥാനങ്ങൾക്ക് ഒരിക്കലും ഈ യൂണിയനിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വേർപെട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത് അവിടെ. അപ്പൊ യൂണിയൻ എന്ന് പറയുമ്പോൾ തന്നെ 1 അല്ലെ, ഒരു അതുണ്ട്, 1 എന്ന് പറയുന്ന നമ്പർ കിട്ടും. ഇനിയിപ്പോ അല്ലാണ്ട് മാറി നിൽക്കാൻ കഴിയില്ല, സംസ്ഥാനങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റില്ല ഈ യൂണിയനിൽ നിന്ന്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്ട് മാറി നിൽക്കാൻ കഴിയില്ല, മാറല്ലേ. പിന്നെ യൂണിയൻ എന്നൊക്കെ പറയുമ്പോ 1 എന്താണ് നമ്പർ ഇടയല്ലേ. അപ്പൊ ആർട്ടിക്കിൾ 1 ഇതും കണക്ട് ആവും അല്ലേ, മാറലും കൂടെ. അത് കണക്ട് ആയില്ലേ. ഇനി എന്താ നോക്കിയാലോ അടുത്തത്? ഇത് കൊള്ളാം. ഇനി അടുത്തത് ഏതാ? തലയോടിലെ അസ്ഥികളുടെ എണ്ണം. ഇതിന് 29 എന്നുള്ളൊരു എണ്ണം പറഞ്ഞാലും റെഡിയാണ്. അതേപോലെ 22 ആണെങ്കിലും റെഡിയാണ്. അതെങ്ങനെയാ എല്ലാ ആൾക്കാരുടെ തലയോടിലും നമ്പർ സെയിം അല്ലേ വരിക? അതെന്താന്ന് വെച്ചാല് തലയോടിലെ അസ്ഥി നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ കുറെ ഭാഗങ്ങൾ ചേർത്ത്, ഇപ്പൊ കപാലം എന്ന് പറയുന്നത് നമ്മുടെ തലേന്റെ മുകൾ ഭാഗമൊക്കെ ചേർക്കുമ്പോൾ അവിടുത്തെ ഒരു 8 അസ്ഥികൾ വരും. മുഖത്തുള്ളൊരു 14 അസ്ഥി, പിന്നെ നമ്മളെ ഒരു ചെവിയിൽ 3 അസ്ഥി, അപ്പൊ 2 ചെവിയിലും കൂടെ ഒരു 6 അസ്ഥി. പിന്നെ നമ്മൾ എവിടെയായിട്ട് ഹയോയിഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഇങ്ങനെ താഴെയിട്ട്. അപ്പൊ അതിന്റെ ഒരു എണ്ണവും കൂടെ ചേർത്തുകൊണ്ട് അതെല്ലാം കൂടെ പറയുകയാണെങ്കിൽ 29 പറഞ്ഞാൽ ശരിയാണ്. പിന്നെ നമ്മളെ ബുക്കിൽ തന്നെ 29 പകരം CRT തന്നെ 6ാം ക്ലാസ്സിന്റെ ബുക്കിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ കപാലവും മുഖത്തെ അസ്ഥിയും കൂടെ ചേർത്ത് അത് മാത്രം എടുക്കുമ്പോൾ 8ഉം 14ഉം 22 എന്ന് പറയുന്ന നമ്പറും അങ്ങനെയാണ് റെഡിയാണ്. അത് ഏതൊക്കെ അസ്ഥികൾ അതിൽ എടുക്കുന്നു എന്നുള്ളതിന് ഓപ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് 29 സെലക്ട് ചെയ്യാം, 22 സെലക്ട് ചെയ്യാം. ആക്ച്വലി അനുച്ഛേദം 29 ഉണ്ട്, അനുച്ഛേദം 22 ഉണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അനുച്ഛേദം 22 ആണ്. അതായത് അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായിട്ടുള്ള അവകാശമാണ്. അതുപോലെ തന്നെ കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദവും ഈ 22 തന്നെയാണ്. അന്യായമായ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞത് അതായത് ഒന്നുമില്ല, അതായത് ഒരാളെ വന്ന് അങ്ങനെ തോന്നിയ പോലെ ഒന്നും പോലീസിന് വന്നൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരാളെ അറസ്റ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അയാളെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കാരണം ബോധിപ്പിക്കണം. അതുപോലെ തന്നെ അയാൾക്ക് തനിക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായിട്ട് ആലോചിക്കാനും കേസ് വാദിക്കാനുള്ള അവകാശമുണ്ട്. ഇനി അയാൾ അറസ്റ്റ് ചെയ്താൽ തന്നെ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കണം. അതും 24 മണിക്കൂറിൽ എന്ന് പറയുന്നത് യാത്രാ സമയം എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ 22 വരുന്നുണ്ട്. അതായത് അങ്ങനെ തോന്നി പോലും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അന്യായമായിട്ടൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധിപ്പിച്ചിട്ട് മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനി കണക്ട് ആക്കണം അല്ലെ, കുറച്ച് വലുതാണ് അല്ലേ, എന്തെങ്കിലും വഴിയുണ്ടോ? തലയോട് തല എന്നുള്ളൊരു വാക്ക് അവിടെ കിട്ടും, നമ്മളെ തല മെയിൻ ആയിട്ട്. ഇതിപ്പോ എന്തായാലും കാര്യങ്ങൾ ബോധിപ്പിക്കണം, മനസ്സിലാക്കണം, അങ്ങനെയൊക്കെ അല്ലേ പറഞ്ഞേ.
എന്തായാലും ഒരാളെ കാര്യം ബോധിപ്പിക്കുക, മനസ്സിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ അയാളെ തലയ്ക്കല്ലേ അവിടെ റോള്, നമ്മളെ ബ്രെയിന് അല്ലെ അങ്ങനെ കണക്ട് ചെയ്യണം, മസ്തിഷ്കമൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ തല വെച്ച് അയാൾ ആ വിവരങ്ങൾ അറിയണം എന്നുള്ള രീതിയിൽ അപ്പൊ അയാള് കൃത്യമായി മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ എന്തായാലും ഇവിടത്തേക്കാണല്ലോ ഇൻഫർമേഷൻ പോവാ. അപ്പൊ തലയോട് അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ അവകാശം 22. 22 എന്ന് കേൾക്കുമ്പോ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന കുട്ടി എന്താണ് ആലോചിക്കേണ്ടത്? അന്യായം എന്നുള്ളത് അങ്ങ് ആലോചിച്ചാൽ മതി. പറ്റില്ല, എല്ലാം മനസ്സിലാക്കണം. പിന്നെ ഇവിടെ അസ്ഥിന്റെ എണ്ണാണെങ്കിൽ 22 അസ്ഥികൾ എന്നുള്ള ആ ഒരു എണ്ണം വേണമെങ്കിൽ അവിടെ നിന്ന് വലിയ കുഴപ്പമില്ലാതെ പറ്റുന്നുണ്ട് അല്ലേ? കുഴപ്പമില്ല. ഇനിയിപ്പം അടുത്തേതാ നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം. നട്ടെല്ലിന്റെ കേസിലാണെങ്കിൽ ഇതേപോലെ 26 അസ്ഥികൾ എന്നും പറയാം, 33 അസ്ഥി എന്നുള്ള ഒരു കേസും കൂടെ പറയാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത് ഇതേപോലെ എന്താ വെച്ചാൽ ജനനിക്കുന്ന സമയത്താണെങ്കിൽ അസ്ഥികളുടെ എണ്ണം എങ്ങനെയാ കൂടുതലായിരിക്കുമല്ലോ. കുറെ കഴിയുമ്പോൾ പ്രായപൂർത്തിയിൽ എത്തുന്ന സമയത്ത് അസ്ഥിന്റെ എണ്ണം കുറഞ്ഞു വരിക ചെയ്യാം. ജനിക്കുമ്പോൾ ഒരു 300ഓളം അസ്ഥികളുണ്ട് എല്ലാവർക്കും. പക്ഷെ അത് പിന്നെ ഇങ്ങനെ ജോയിൻ ചെയ്ത് അവസാനം പ്രായപൂർത്തിയിൽ എത്തുമ്പോൾ 206 അസ്ഥികളായിട്ട് അത് ചുരുങ്ങും. നട്ടലിൽ ആദ്യം 33 അസ്ഥികളുണ്ട്, പിന്നെ കുറെ ചെറിയ അസ്ഥികളൊക്കെ ഒരുമിച്ച് ചേർന്ന് 26 അസ്ഥികൾ എന്നുള്ള ഒരു എണ്ണത്തിലേക്ക് എത്തും. ഇവിടെ 26, 33 ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുമോ? അനുച്ഛേദം 26 നമുക്കിവിടെ കണക്ട് ചെയ്യാം. അതായത് മതപരമായ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനുള്ള അവകാശമാണ് അനുച്ഛേദം 26. അതായത് മതസ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദമാണ്. അപ്പൊ ഇവിടെ കൈകാര്യം എന്ന ഒരു വാക്ക് അവിടെ ഓർത്ത് വെച്ചാൽ മതി 26 എന്ന് ആലോചിക്കുമ്പോ. നമ്മളിപ്പോ എന്ത് കാര്യങ്ങളും ഡീൽ ചെയ്യാം അല്ലെ, കൈകാര്യം ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നമ്മള് സ്റ്റേൺ ആയി നിവർന്ന് നിന്ന് കാര്യങ്ങൾ ചെയ്യണ്ടേ, അപ്പോഴല്ലേ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. നമ്മള് നട്ടെല്ലാണല്ലോ ഒരാളെ നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്ന അസ്ഥിയാണ് ശരിക്കും എന്ത് നട്ടെല്ല്. ഒന്ന് കൈകാര്യം ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ അല്ലെ നമുക്കിപ്പോ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പം നട്ടെല്ലിലെ അസ്ഥി 26 എണ്ണം. അപ്പോൾ മതപരമായ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള അവകാശം 26. അപ്പം അതും സെറ്റ് അല്ലേ? ഓക്കെ. ഇനി വേറെ ഉണ്ടോ ഇതുപോലെ? ഇനിയുണ്ട് കുറെ എണ്ണം ഉണ്ട്. അതിൽ തന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ കൈയിലെ അസ്ഥി, ഒരാളെ ഒരു കയ്യിൽ 30 അസ്ഥിയാണ്. അപ്പൊ 2 കൈകളിൽ എന്ന് പറയുമ്പോൾ 60. അതുപോലെ കാലിലാണെങ്കിൽ ഒരു കാലില് 30, കാലുകളിൽ എന്ന് പറയുമ്പോൾ 60 വരാം. ഇത്രയൊക്കെ അസ്ഥികൾ ഉണ്ടല്ലേ നമ്മുടെ കയ്യിലും കാലിലും. അപ്പൊ കയ്യില് കാലില് അസ്ഥി ഓരോന്ന് നോക്കുമ്പോൾ 30 ആണ് വരാം. 30 എന്നുള്ള എണ്ണത്തിന് വേണമെങ്കിൽ എവിടെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. കാരണം PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതായത് നമ്മുടെ ഈ അനുച്ഛേദം 30 പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള അവകാശം. അവിടെ ഇപ്പൊ ഈ ന്യൂനപക്ഷവും ബാക്കിയൊന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. 30 എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള ആ വാക്കൊന്ന് ഓർമ്മയിൽ വന്നാൽ മതി. വിദ്യാഭ്യാസവും കയ്യും കാലും അല്ലേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പണ്ട് നമ്മൾ പഠിക്കാതെ പോകുമ്പോഴും ഹോംവർക്ക് ചെയ്യാണ്ടൊക്കെ പോകുന്ന സമയത്ത് ചുട്ട സാധനങ്ങൾ അതെ, സ്കൂളിൽ പോകുമ്പോ ഒന്നും പഠിക്കാതെ പോയാലും ഹോംവർക്ക് ഒന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാലൊക്കെ നമ്മളെ കൈക്കും കാലിനൊക്കെ ആണല്ലോ ചുട്ടത് കിട്ടിയിട്ടില്ല. ഓക്കെ. എന്തായാലും അതങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെ പോകുന്നത് ആലോചിക്കുന്നു, കൈക്ക് കാലിലൊക്കെ ആണെങ്കിൽ 30 എന്ന് പറഞ്ഞൊരു നമ്പർ അവിടെ കിട്ടിയാൽ മതി. അപ്പൊ കയ്യിലും കാലിലുള്ള അസ്ഥികൾ 30 ആണ്. അനുച്ഛേദം 30 ആണെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള അവകാശം. അപ്പൊ നമുക്കൊന്ന് ഇരുന്നാൽ ശരിക്കും ഇതെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമല്ലേ? കിട്ടും. അപ്പൊ ഇത് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് മനസ്സിലാകും. ഇപ്പൊ എന്തായാലും ഞാൻ അനുച്ഛേദത്തിന്റെ കുറെ കാര്യങ്ങൾ കേട്ടാ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. എനിക്ക് അസ്ഥികളും കൃത്യമായിട്ട് ആ അനുച്ഛേദം പറയുമ്പോൾ അത് ഏത് അസ്ഥിയാന്ന് എനിക്ക് കൃത്യമായിട്ട് ഇപ്പൊ പറയാൻ തിരിച്ചും പറ്റുന്നുണ്ട്. പിന്നെ എന്തായാലും നോക്കാം. ഇനി കുട്ടികളും പറയട്ടെ അവർക്ക് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പരിപാടി കണ്ടിന്യൂ ചെയ്യാം. നമ്മളെ ലൈഫ് സയൻസും കോൺസ്റ്റിറ്റ്യൂഷനും കൂടിയൊക്കെ എന്ത് ചെയ്യാം, കൈകാര്യം ചെയ്യാം, നമുക്ക് പഠിക്കാം. ഓക്കെ.